Okay, good morning students. Yesterday or in our last class we have discussed the lost child. We are discussing a topic, a story, the lost child. We have stopped in colors far away in page number 100. Here we can move to our next part. You understand the remaining parts. You can understand the remaining parts through this class. Okay, cries unheard. Cries unheard. What we see in our last classes? Yeah, a boy who was going or coming with his parents to a summer fair, and he wishes to buy all the things, have bought all the things there, but his parents did not bought anything to him. Balloons, sweets, and jasmine garlands, like that. He wishes to buy them, but his parents did not bought anything to him. Okay, then page number 101, cries unheard. ക്രൈ എന്താ ക്രൈ? കരച്ചിലുകൾ, കേൾക്കാത്ത കരച്ചിലുകൾ. ഓക്കെ, സഡൻലി ഹീ ഹേർഡ് എ ക്രീക്കിംഗ് സൗണ്ട് നിയർ ബൈ. പെട്ടെന്ന് അവന് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നടക്കുന്ന അവന് ആ ബലൂണിൻ്റെ അവിടെ നിന്ന് അച്ഛൻ്റെ കൂടെ നടന്നു. അപ്പോൾ അവനെന്ത് കേട്ടു? ഒരു ക്രീക്കിംഗ് സൗണ്ട് നിയർ ബൈ. അടുത്തുനിന്നൊരു ക്രീക്കിംഗ് സൗണ്ട്, ഒരു ആടി ഉലയുന്ന ഒരു ക്രീക്ക്, ഉരസുന്ന ശബ്ദം കേട്ടു. ചിൽഡ്രൻ വേർ റോറിങ് വിത്ത് ലോഫർ. കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ചിരിച്ച് റോർ എന്ന് പറഞ്ഞാൽ എന്താണ്? അട്ടഹസിക്കുക എന്നാണ് അർത്ഥം. ചിരിച്ചുല്ലസിക്കുന്നുണ്ട് കുട്ടികളൊക്കെ. റോർ എന്ന് പറഞ്ഞാൽ സിംഹം റോർ ചെയ്യുക എന്നാണ് പറയുക, ഗർജിക്കുക, അട്ടഹസിക്കുക എന്നാണ് പറയുക. അപ്പോൾ കുട്ടികളൊക്കെ ഉറക്കെ ചിരിക്കുന്നുണ്ട്. ഹി റാൻ ടു ദാറ്റ് പ്ലേസ്. അവനെന്ത് ചെയ്തു? അവനും അവിടേക്ക് ഓടി. എന്തിനാ കുട്ടികൾ ചിരിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവനും അവിടേക്ക് ഓടി. മെൻ, വിമൻ ആൻഡ് ചിൽഡ്രൻ വേർ റൈഡിങ് ഓൺ എ ജയൻറ്റ് വീൽ ഇൻ എ വേളിംഗ് മോഷൻ. എന്താണ് അവിടെ കാണുന്നത്? അവന് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളൊക്കെ എന്ത് ചെയ്യാണ്? വേർ റൈഡിങ് ഓൺ എ ജയൻറ്റ് വീൽ. ഒരു ജയൻറ്റ് വീലിൽ അവരെന്ത് ചെയ്യാണ്? റൈഡ് ചെയ്യാണ്. വാട്ട് ഈസ് ജയൻറ്റ് വീൽ? യന്ത്രൂഞ്ഞാൽ, അതാണ് ജയൻറ്റ് വീൽ. വലിയ യന്ത്രൂഞ്ഞാലിൽ കുട്ടികൾ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജയൻറ്റ് വീൽ അല്ലെങ്കിൽ യന്ത്രൂഞ്ഞാലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യാണ്? കുട്ടികളും മുതിർന്നവരൊക്കെ ഒരു ജയൻറ്റ് വീലിൽ കറങ്ങുകയാണ്. എന്നെ വേളിംഗ് മോഷൻ, ആകെ കറങ്ങുന്ന, അതായത് പല രീതിയിൽ തിരിയുന്ന ഒരു രീതിയിലുള്ള ഒരു യന്ത്രൂഞ്ഞാലിൽ അവരൊക്കെ കടന്ന് കറങ്ങാണ്. I want to go on the giant wheel. Please father, mother, the child pleaded earnestly. അച്ഛ, അമ്മ, എനിക്ക് ആ ജയൻറ്റ് വീലിൽ കയറണം എന്ന് ആ കുട്ടി തൻ്റെ അച്ഛനോടും അമ്മയോടൊക്കെ പ്ലീഡ് ചെയ്തു. അങ്ങനെ നമ്മൾ പഠിച്ച മുൻ ക്ലാസ്സിൽ പഠിച്ചു. വാട്ട് ഈസ് പ്ലീഡ്? യെസ്, അവരോട് ഇങ്ങനെ താഴ്മയോടെ, അതായത് അവരോട് അഭ്യർത്ഥിച്ചു, അവരോട് കേണപേക്ഷിച്ചു. ദെർ വാസ് നോ റിപ്ലൈ. പക്ഷേ ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. ഹി ടേൺ ടു ലുക്ക് അറ്റ് ഹിസ് പാരൻസ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? തൻ്റെ അച്ഛനെയും അമ്മയെയും കാണാൻ വേണ്ടിയിട്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ഹി ടേൺ. ദേ വർ നോട്ട് ദർ. അവരവിടെ ഇല്ല, അവരെ കാണാനില്ല. ഹി ലുക്ക്ഡ് അറ്റ് ബോത്ത് സൈഡ്സ്. അവൻ രണ്ട് വശത്തേക്കും നോക്കി. ഹി കുഡ് നോട്ട് ഫൈൻഡ് ദം ദർ. ഹി കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് പാരൻസ് ദർ. തൻ്റെ മാതാപിതാക്കളെ അവിടെയൊന്നും അവന് കാണാൻ സാധിച്ചില്ല. ഹി ലുക്ക്ഡ് അറൗണ്ട്. അവൻ ചുറ്റും നോക്കി. ദർ വാസ് നോ സൈൻ ഓഫ് ദം. അവരുടെ ഒരു അടയാളം പോലും കാണാനില്ല, അവരുടെ ഒരു സൈന് പോലും. വാട്ട് ഈസ് സൈൻ? അവരുടെ ഒരു അടയാളം പോലും അവിടെ ഒന്നും കാണാനില്ല. അവൻ അവിടെയൊക്കെ നോക്കി, അവരെ കാണാനില്ല. നെക്സ്റ്റ് പേജ്. എ സോബ്, ഒരു തേങ്ങൽ. സോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? തേങ്ങിക്കരയുന്നതിനാണ് സോബ് എന്ന് പറയുക. തേങ്ങിക്കരയുക, അതിനാണ് സോബ് എന്ന് പറയുക. ഫാദർ, മദർ, ഈ കോൾഡ് അലൗഡ്. അച്ഛ, അമ്മേ എന്നൊക്കെ വിളിച്ചിട്ട് അവൻ ഉറക്കെ വിളിച്ചു.
ഹി ബിഗാൻ ടു ക്രൈ ഇൻ റിയൽ ഫിയർ. ശരിക്കും ഭയന്നുകൊണ്ട് അവൻ കരയാൻ തുടങ്ങി. ഹി ബിഗാൻ ടു ക്രൈ ഇൻ റിയൽ ഫിയർ. ശരിയായ ഭയം കൊണ്ട് അവൻ ശരിക്കും കരയാൻ തുടങ്ങി. ടിയേഴ്സ് റോൾ ഡൗൺ ഫ്രം ഹിസ് ഐസ്. ടിയേഴ്സ്, വാട്ട് ഈസ് ടിയേഴ്സ്? കണ്ണുനീര് എന്ത് ചെയ്തു? റോൾ ഡൗൺ ഫ്രം ഹിസ് ഐസ്. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഉതിർന്ന് താഴേക്ക് ചാടാൻ തുടങ്ങി. കരഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ പൊഴിയാൻ തുടങ്ങി. ഹി റാൻ ഹിദർ ആൻഡ് ടിദർ. അവനെന്ത് ചെയ്തു? ഹി റാൻ, അവനോടി. എങ്ങനെ? എവിടേക്ക് ഓടി? ഹിദർ ആൻഡ് ടിദർ. ഹിദർ ആൻഡ് ടിദർ, സോറി, ഹിദർ ആൻഡ് ടിദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിദർ ആൻഡ് ടിദർ. ഹിദർ ആൻഡ് ടിദർ, ഇവിടെയും അവിടെയും, അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനാണ് എന്ത് പറയുക? ഹിദർ ആൻഡ് ടിദർ. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും, വേർഡ് പറയുമ്പോൾ മീനിങ് അറിയാത്തത് എഴുതി വെക്കണം കേട്ടോ. ഹിദർ ആൻഡ് ടിദർ, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ തുടങ്ങി? ഓടാൻ തുടങ്ങി. ഹിദർ ആൻഡ് ടിദർ, അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റും ഓടാൻ തുടങ്ങി. ഇൻ ഓൾ ഡയറക്ഷൻസ്, എല്ലാ ദിശകളിലേക്കും, എല്ലാ ഇടത്തോട്ടും വലത്തോട്ടും മുന്നിലേക്കും പിന്നിലേക്കും ഒക്കെ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഓടാൻ തുടങ്ങി. ഹി ഡിഡ് നോട്ട് നോ വേർ ടു ഗോ. ഹി ഡിഡ് നോട്ട് നോ വേർ ടു ഗോ. എവിടെ പോകണമെന്ന് ഒരു നിശ്ചയമില്ല അവന്. എന്ത് ചെയ്യും, എവിടെ പോകും എന്നൊന്നും അറിയില്ല. അവനാകെ കരഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാണ്. മദർ, ഫാദർ, ഹി ക്രൈഡ്. അവന് അച്ഛ, അമ്മ എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാണ്. ഹി റാൻ ത്രൂ ദി ക്രൗഡ്. അവൻ ആളുകളുടെ ഇടയിലൂടെയൊക്കെ ഓടി. കോളിംഗ് ഔട്ട് ഫാദർ, മദർ, അച്ഛ, അമ്മ എന്ന് വിളിച്ചിട്ട്. നെക്സ്റ്റ് പേജ്. എ ഹെൽപ്പിംഗ് ആൻഡ്, ഒരു സഹായിക്കുന്ന ഒരു കൈ. എ മാൻ ഇൻ ദി ക്രൗഡ് ഹേർഡ് ഇസ് ക്രൈ. അപ്പോഴാണ് ഒരു മനുഷ്യൻ, ആ ആൾക്കൂട്ടത്തിൽ നിന്നൊരു മനുഷ്യൻ അവൻ്റെ കരച്ചിൽ കേട്ടു. ഹി ലിഫ്റ്റഡ് ഹിം അപ്പ് ഇൻ ഹിസ് ആംസ്. അവനെന്ത് ചെയ്തു? തൻ്റെ കൈവെള്ളയിൽ അവനെ വാരിയെടുത്തു, കോരിയെടുത്തു ഈ കുട്ടിയെ. ഹൗ ഡിഡ് യു ഗെറ്റ് ഹിയർ ചൈൽഡ്? എന്നിട്ട് കുട്ടിയോട് ചോദിക്കുകയാണ്, ഹൗ ഡിഡ് യു ഗെറ്റ് ഹിയർ ചൈൽഡ്? നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത് കുട്ടി? ഹൂസ് ചൈൽഡ് ആർ യു? നീ ആരുടെ കുട്ടിയാണ്? ആരാണ് നിൻ്റെ അച്ഛൻ? ദി മാൻ ആസ്ക്ഡ്. ഇയാൾ ഈ കുട്ടിയോട് ചോദിച്ചു. ദി ചൈൽഡ് വെപ്റ്റ് ബിറ്റർലി. കുട്ടി അപ്പോഴും എന്ത് ചെയ്യാണ്? വെപ്റ്റ് ബിറ്റർലി. വീപ്പ്. വെപ്റ്റ് പറഞ്ഞാൽ എന്താണ്? കരയാണ്. എങ്ങനെ? ബിറ്റർലി. ബിറ്റർലി പറഞ്ഞാൽ കഠിനമായി, ശക്തിയായി കരയാണ് കുട്ടി അപ്പോഴും. ഐ വാണ്ട് ടു സീ മൈ മദർ. എന്നിട്ട് അവൻ പറയാണ്, ഐ വാണ്ട് ടു സീ മൈ മദർ, ഐ വാണ്ട് ടു സീ മൈ ഫാദർ. എനിക്കെൻ്റെ അച്ഛനെ കാണണം, എനിക്കെൻ്റെ അമ്മയെ കാണണം. ദി മാൻ ടുക്ക് ഹിം ടു ദി മെറി ഗോ റൗണ്ട് ടു സൂത്ത് ഹിം. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഇവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി, സൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. സൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനിപ്പിക്കുക, അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇവനെ എടുത്തിട്ട് എങ്ങോട്ട് കൊണ്ടുപോയി? ദി മാൻ ടുക്ക് ഹിം ടു ദി മെറി ഗോ റൗണ്ട്. ഈ വേൾപൂളിൻ്റെ അല്ലെങ്കിൽ ഈ യന്ത്രൂഞ്ഞാലിൻ്റെ ഈ അടുത്തേക്ക് അവനെ കൊണ്ടുപോയി. വുഡ് യു ലൈക്ക് ടു ഗോ ഫോർ എ റൈഡ്? എന്നിട്ട് അവനോട് ചോദിച്ചു, നിനക്കൊരു റൈഡ് പോകണോ? ഇതിലൊരു യാത്ര പോകുന്നോ എന്ന് ചോദിച്ചു. ഹി ആസ്ക്ഡ് ജെന്റിലി. അവൻ വളരെ മാന്യമായിട്ട് അയാൾ ചോദിച്ചു. ദി ചൈൽഡ് സോബ്ഡ് മോർ ബിറ്റർലി. അപ്പോഴും കുട്ടി കൂടുതൽ ശക്തിയായി തേങ്ങാൻ തുടങ്ങി. ഐ വാണ്ട് മൈ മദർ, ഐ വാണ്ട് മൈ ഫാദർ. എനിക്കെൻ്റെ അമ്മയെ വേണം, എനിക്കെൻ്റെ അച്ഛനെ കാണണം എന്നൊക്കെ കുട്ടി കരയാൻ തുടങ്ങി. ദി മാൻ ടുക്ക് ഹിം നിയർ ദി ബലൂൺ മാൻ. അപ്പോൾ ഇയാൾ ഇവനെന്ത് ചെയ്തു? ഇവൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ബലൂൺ വിൽക്കുന്ന ആളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. വുഡ് യു ലൈക്ക് ദി റെയിൻബോ കളേർഡ് ബലൂൺ? നിനക്ക് ഈ റെയിൻബോ കളറിലുള്ള ബലൂൺ വേണോ? എന്താ റെയിൻബോ? മഴവില്ലിൻ്റെ 7 വർണ്ണങ്ങളുള്ള, മഴവില്ലിന് 7 വർണ്ണങ്ങൾ അറിയാലോ. അപ്പോൾ ആ മഴവില്ലിൻ്റെ നിറമുള്ള ബലൂൺ വേണോ? ഹി ആസ്ക്ഡ്. ദി ചൈൽഡ് ടേൺഡ് ഹിസ് ഐസ് ഫ്രം ദി ഫ്ലൈയിങ് ബലൂൺസ് ആൻഡ് കണ്ടിന്യൂഡ് സോബിങ്. കുട്ടി ഇപ്പോൾ ബലൂണൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആ പറക്കുന്ന ബലൂണൊന്നൊക്കെ ശ്രദ്ധ തിരിച്ചിട്ട് അവന് വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി? കണ്ടിന്യൂഡ് സോബിങ്. അവന് കരയാൻ തുടങ്ങി, തേങ്ങി കരയാൻ തുടങ്ങി. ഐ വാണ്ട് മൈ മദർ, ഐ വാണ്ട് മൈ ഫാദർ. കുട്ടി എന്തുമാത്രമാണ് ഇപ്പോൾ പറയുന്നത്? എനിക്ക് എൻ്റെ അച്ഛനെ വേണം, എൻ്റെ അമ്മയെ വേണം എന്ന് കരയാൻ തുടങ്ങി. ദി മാൻ ടുക്ക് ഹിം ടു ദി ഫ്ലവർ സെല്ലർ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? അവനെ ഫ്ലവർ സെല്ലറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഫ്ലവർ സെല്ലറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഫ്ലവർ സെല്ലർ എന്ന് പറഞ്ഞാൽ പൂക്കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ടോ
The man took him to the flower seller. Look child, smell those nice flowers. കുട്ടിയോട് പറയണം, നോക്കൂ കുട്ടി, സ്മെൽ ദോസ് നൈസ് ഫ്ലവേഴ്സ്, ആ നല്ല മനോഹരമായ ആ പൂക്കളൊന്ന് മണത്തു നോക്കൂ. വുഡ് യു ലൈക്ക് എ ജാസ്മിൻ ഗാർലൻഡ്, നിനക്കൊരു മുല്ലപ്പൂവിൻ്റെ മാല വേണോ എന്ന് കുട്ടിയോട് ചോദിച്ചു. ദി ചൈൽഡ് ടേൺഡ് ഹിസ് ഫേസ് ആൻഡ് കണ്ടിന്യൂഡ് ക്രൈ. കുട്ടി വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി? തൻ്റെ മുഖം തിരിച്ചിട്ട് കരയാൻ തുടങ്ങി. ഐ വാണ്ട് മൈ മദർ, ഐ വാണ്ട് മൈ ഫാദർ. കുട്ടി എന്തെന്നെ പറയുന്നുള്ളൂ, എനിക്കെൻ്റെ അച്ഛനെ വേണം, എനിക്കെൻ്റെ അമ്മയെ വേണം. ദി മാൻ ടുക്ക് ഹിം ടു ദി സ്വീറ്റ് ഷോപ്പ്. ഇവൻ മുന്നേ പോയ വേണമെന്ന് പറഞ്ഞിടത്തൊക്കെ ഇയാൾ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അവനെ. ദി മാൻ ടുക്ക് ഹിം ടു ദി സ്വീറ്റ് ഷോപ്പ്. അദ്ദേഹം അവനെ എന്ത് ചെയ്തു? സ്വീറ്റ് ഷോപ്പിലേക്ക്, ആ മധുര പലഹാരങ്ങൾ വിൽക്കുന്ന കടയിലേക്ക് കൊണ്ടുപോയി. വാട്ട് സ്വീറ്റ്സ് വുഡ് യു ലൈക്ക് ചൈൽഡ്? ഏത് സ്വീറ്റാണ്, ഏത് തരം സ്വീറ്റാണ്, ഏത് തരം പലഹാരമാണ് നിനക്ക് വേണ്ടത് കുട്ടി? ഹി ആസ്ക്ഡ്, അവൻ ചോദിച്ചു. ദി ചൈൽഡ് ടേൺഡ് ഹിസ് ഫേസ് എവേ ഫ്രം ദി സ്വീറ്റ്സ് ഷോപ്പ് ആൻഡ് സോബ്ഡ്. കുട്ടി എന്ത് ചെയ്തു? ടേൺഡ് ഹിസ് ഫേസ് എവേ ഫ്രം ദി സ്വീറ്റ്സ് ഷോപ്പ് ആൻഡ് സോബ്ഡ്. ഈ പലഹാരങ്ങൾ വിൽക്കുന്ന ആ കടയിൽ നിന്നൊക്കെ അവൻ്റെ ശ്രദ്ധ മാറ്റിയിട്ട് കുട്ടി എന്ത് തന്നെ പറയുന്നത്? കരയാണ്. എന്ത്? ഐ വാണ്ട് മൈ മദർ, ഐ വാണ്ട് മൈ ഫാദർ. എനിക്കെൻ്റെ അച്ഛനെ വേണം, എനിക്കെൻ്റെ അമ്മയെ വേണമെന്ന് വീണ്ടും കുട്ടി കരയാൻ തുടങ്ങി. കാരണം എന്താണ്? കുട്ടിക്കിപ്പോൾ ഇതൊന്നുമല്ല ആവശ്യം, തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സാമീപ്യമാണ് കുട്ടിക്ക് ആവശ്യം. പിന്നെ അവന് വേണമെന്ന് പറഞ്ഞതൊക്കെ ഇപ്പോൾ അവനെന്താണ്? വേണ്ട വേണ്ട എന്ന് അവനിപ്പോൾ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. എന്ത്? തൻ്റെ അച്ഛനെയും അമ്മയെയും ലഭിക്കുക എന്ന ചിന്ത മാത്രം. ഓക്കെ ദെൻ വി ഹാവ് അനദർ പോം ബൈ വില്യം ബ്ലേക്ക്, ദി ലിറ്റിൽ ബോയ് ലോസ്റ്റ്. വില്യം ബ്ലേക്ക് എന്ന കവിയുടെ ഒരു കവിത, ഇതേപോലെ കുട്ടിയെ നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള ഒരു കവിത കൂടെ ഉണ്ട് നമുക്ക്. ദാറ്റ് വി ക്യാൻ ഡിസ്കസ് ഇൻ അവർ next class. Okay, here we are stopping our class today. We can discuss the next poem in our next class. I think you have very clear with it. If you have any doubt, you can ask me. Okay, thank you.